Hi, good morning, friends. I am Narendra Sevi, retired higher secondary school teacher. Here I am going to discuss the second part of my last video, wills or OSIT. In the first part, discussed about what is will and its benefits. Now in second part, discussing the characteristics and important points of the will. How to write a will with a case law. Please go through first part before watching this video. ഇവിടെ പ്രതിപാദിക്കുന്നത് പുതിയ അധ്യായമല്ല, കഴിഞ്ഞ വീഡിയോയിൻ്റെ തുടർച്ചയായിട്ടാണ്. വിൽ പാർട്ട് 1 നിങ്ങൾ കേട്ടിരിക്കും. അടുത്ത വിൽ പാർട്ട് 2 ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വിൽ പാർട്ട് ഫസ്റ്റിൽ വാട്ട് ഈസ് വില്ലിനെ കുറിച്ചും വില്ലെഴുതുന്നതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ബാക്കി ഭാഗം വില്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും വില്ലിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, വില്ലെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനെ കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. We can start. Definition of the will. Indian Succession Act 1925, Section 2H state the definition of the will. What is a will? Will is a legal declaration of the intention of a testator with respect to their property which they desire to be carried into effect after their death. Definition of the will, stating in Indian Succession Act Section 2H. Will is a legal declaration of the intention of the testator with respect to their property which they desire to be carried to effect after the death. അതായത് ഒരു വ്യക്തി ഉണ്ടാക്കുന്ന നിയമപരമായ ഒരു രേഖ, അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ സ്വത്ത് അദ്ദേഹത്തിന് മരണശേഷം എങ്ങനെ വിനിയോഗിക്കപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള ഒരു നിയമരേഖയാണ് വിൽ. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വിൽ? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ റിവോക്കബിൾ ടെസ്റ്റിമെൻ്ററി ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് എ റിവോക്കബിൾ ടെസ്റ്റിമെൻ്ററി ഇൻസ്ട്രുമെൻറ്റ്. അത് നിയമപരമായ രേഖയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് വേണ്ടി അത് മാറ്റി എഴുതാം. നിയമപരമായ രേഖയാണ്. ഇറ്റ് ടേക്സ് എഫക്റ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ടെസ്റ്റേറ്റർ. അത് നിയമപരമായ രേഖയായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അത് നിയമപരമായ രേഖയായിട്ട് മാറും. ദെൻ വിൽ മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. വില്ല് എപ്പോഴും എഴുതപ്പെടണം. വിൽ മസ്റ്റ് ബി എഴുതപ്പെടണം. ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം വില്ല് എഴുതപ്പെടണം. പക്ഷേ മുസ്ലിമിന് വില്ല് എഴുതുമ്പോൾ, വസിയത്ത് എഴുതുമ്പോൾ അതിൽ ഓറൽ വില്ലും അംഗീകരിക്കും. പക്ഷേ ഹിന്ദുക്കൾക്ക്, ഇന്ത്യൻ സക്സഷൻ ആക്ട് പെട്ട ഹിന്ദു, ക്രിസ്ത്യൻസ്, ബുദ്ധ, ജൈന വിഭാഗത്തിന് അവരുടെ വില്ല് എപ്പോഴും എഴുതപ്പെടണം. ദെൻ അടുത്ത്, ഹീ ഷുഡ് ബി എ സൗണ്ട് മൈൻഡ് പേഴ്സൺ. അപ്പം അദ്ദേഹം മാനസികമായി നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കണം. ദെൻ ഹി ഓർ ഷീ ഈസ് എ മേജർ ഓർ കംപ്ലീറ്റ് 18 years ഏജ്. അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈസ് ഇൻറ്റൻഷൻ ഓഫ് റൈറ്റിംഗ് വിൽ വിത്തൗട്ട് കൊയേഴ്സൺ, ത്രെറ്റ് ഓർ അൺഡു ഇൻഫ്ലുവൻസ്. അദ്ദേഹം ഈ വില്ലെഴുതുന്നത് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചാണ് വില്ലെഴുതുന്നത്. ആരുടെയും പ്രേരണപ്രകാരമോ ആരുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടോ അത് ബലപ്രയോഗത്തിന് വിധേയമായിട്ടോ ഒന്നും വില്ലെഴുതാൻ പാടില്ല. അത്തരം വില്ല് സാധുവല്ല.
നെക്സ്റ്റ് ഹി ഹാസ് ഓണർഷിപ്പ് റൈറ്റ് ഇൻ ദി പ്രോപ്പർട്ടി. അദ്ദേഹത്തിന് ആ സ്വത്തിൽ അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ദ ടെസ്റ്റേറ്റർ സൈൻഡ് ദ വിൽ വിത്ത് ദ പ്രസൻസ് ഓഫ് എ മിനിമം 2 വിറ്റ്നസ്. 2 സാക്ഷികളുടെ മുമ്പാകെ അദ്ദേഹം ഈ വില്ലിൽ ഒപ്പിടണം. Two witnesses are signed with a certificate that their presence the testator signed. അതേപോലെ 2 വ്യക്തികൾ അതിൽ ഒരു സാക്ഷ്യപ്പെടുത്തണം, ഈ ഞങ്ങളുടെ മുമ്പാകെയാണ് ഇദ്ദേഹം സൈൻ ചെയ്തതെന്ന്. ദെൻ നെക്സ്റ്റ് സെൽഫ് എക്വയർഡ് പ്രോപ്പർട്ടി ക്യാൻ ഓൺലി ബിക്വേറ്റഡ്. അതായത് സ്വന്തമായി ഉണ്ടാക്കിയ സ്വത്തുകൾക്ക് മാത്രമേ വില്ല് എഴുതാൻ പാടുള്ളൂ. ancestors property cannot be bequeathed. ancestor property cannot be bequeathed. അതായത് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന് വില്ല് എഴുതാൻ പാടില്ല. The witness has no blood relation with the testator. ആ വിറ്റ്നസ്സിന് സാക്ഷികൾക്ക് ഇവരുമായിട്ട് അടുത്ത രക്തബന്ധം പാടില്ല. രക്തബന്ധമുള്ളതോ അല്ലെങ്കിൽ ഈ ഹേഴ്സ് ആർക്കാണോ വില്ലെഴുതുന്നത് അവർ ഇതിൽ സാക്ഷിയായിട്ട് ഒപ്പിടാൻ പാടില്ല. ലെഗേറ്റ് ടു ഹൂം വിൽ മേക്സ്. ലെഗേറ്റ് മീൻ ടു ഹൂം വിൽ മേക്സ് ഇസ് നോട്ട് സൈൻഡ് ആസ് വിറ്റ്നസ്. അതായത് ലെഗേറ്റ്, അതായത് ആർക്കാണോ ഈ വില്ല് എഴുതിപ്പെട്ട് വെക്കുന്നത് അവരൊന്നും ഇതിൽ സാക്ഷിയായിട്ട് ഒപ്പിടാൻ പാടില്ല. നെക്സ്റ്റ് വൺ, will can make in any language the sentence is legible and clear without confusion to the reader. വില്ല് ഏത് ഭാഷയിലും ഏത് ഇതിലെഴുതുക, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഷയിൽ എഴുതുക. പക്ഷേ അത് വായിക്കുന്നവർക്ക് എന്താണ് അത് പ്രത്യേകിച്ച് പെട്ടെന്ന് വ്യക്തമായി മനസ്സിലാവുന്ന വിധത്തിലായിരിക്കണം ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഡോണ്ട് മേക്ക് വിൽ എബൌട്ട് ഫ്യൂച്ചർ പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടി എക്സിസ്റ്റ് ഇൻ ദി ടൈം ഓഫ് മേക്കിംഗ് വിൽ. ഡോണ്ട് മേക്ക് വിൽ എബൌട്ട് ദി ഫ്യൂച്ചർ പ്രോപ്പർട്ടി. ഫ്യൂച്ചർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിന് വേണ്ടിയിട്ട് വില്ല് എഴുതാൻ പാടില്ല. ദ പ്രോപ്പർട്ടി എക്സിസ്റ്റ്. വില്ല് എഴുതുമ്പോൾ ആ പ്രോപ്പർട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇനി പ്രത്യേകം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. They may be registered or not registered, but prefer to register the will, burden of proof less. The will may be registered or not registered, but prefer to register the will, burden of proof less. അതായത് വില്ല് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക, രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്യുക. രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നതാണ് കൂടുതലുള്ളത്. അത് ഭാവിയിൽ ഉള്ള പ്രൂഫിന്, ബർഡൻ ഓഫ് പ്രൂഫിന് കോടതിയിൽ പ്രൂവ് ചെയ്യാനും മറ്റ് വളരെ എളുപ്പമായിരിക്കും. അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, ദ വിൽ ക്യാൻ ഓൾട്ടർ ഓർ ക്യാൻസൽ അറ്റ് എനി ടൈംസ് ഇൻ ദ ലൈഫ് ടൈം ഓഫ് ദ ടെസ്റ്റേറ്റർ, ബട്ട് ദ ലാസ്റ്റ് വിൽ ഷുഡ് ബി വാലിഡ്. വില്ല് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എപ്പോഴും മാറ്റിമറിച്ച് എഴുതാവുന്നതാണ്, ക്യാൻസൽ ചെയ്യാണ്, പുതിയ എഴുതാനൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ദ ലാസ്റ്റ് വിൽ ഷുഡ് ബി വാലിഡ്. അവസാനം എഴുതുന്ന വില്ലായിരിക്കും നിയമപരമായിട്ട് നിയമസാധുത. നെക്സ്റ്റ് വൺ, ദ ടെസ്റ്റേറ്റർ ക്യാൻ സെൽ, മോർട്ട്ഗേജ്, എക്സ്ചേഞ്ച് വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ വിൽ. ദ വിൽ ഓഫ് ദ റിമൈനിങ് പ്രോപ്പർട്ടി വാലിഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. ടെസ്റ്റേറ്റർക്ക് ഈ എഴുതിയ വില്ലിൽ ഏതെങ്കിലും സ്ഥലം വിൽക്കുവാനോ അദ്ദേഹത്തിൻ്റെ പണയം വെക്കുവാനോ അല്ലെങ്കിൽ മാറ്റം ചെയ്യാനും ഒക്കെ ഉള്ള അധികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്. പക്ഷേ ഈ വില്ലിൽ ബാക്കിയുള്ള സ്ഥലം മാത്രമേ എന്താണ് അദ്ദേഹത്തിന് അനന്തരാവകാശികൾ ആർക്കാക്കണം എഴുതി അവർക്ക് അവകാശമുള്ളൂ. അതിനെ കുറിച്ച് ഒരു സുപ്രീം കോടതി കേസുണ്ട്. അക്ബർ ബായ് കേസർ ബായ് സിപ്പായി വേഴ്സസ് മോഹൻ ബായ് അംബായി പട്ടേൽ 2019 Supreme Court case. There is a case in this point. Akbar Bhai, Kesar Bhai Sipai versus Mohan Bhai Ambai Patel 2019 Supreme Court case. Next one, make a separate will property in foreign country to easily execute it. Separate will
ഫോർ പ്രോപ്പർട്ടി ഇൻ ഫോറിൻ കൺട്രി ടു എക്സിക്യൂട്ട് വിൽ. അതായത് ഒരു വ്യക്തിക്ക് നാട്ടിലും വിദേശത്ത് സ്വത്തുണ്ടെങ്കിൽ നാട്ടിലെ സ്വത്തിനും വിദേശ സ്വത്തിനും പ്രത്യേകം വില്ല് എഴുതുന്നതാണ് നല്ലത്. അത് എക്സിക്യൂട്ടീവ് വളരെ ഈസിയാണ്. ദെൻ ലാസ്റ്റ് വൺ, മേക്ക് എ ഡ്യൂപ്ലിക്കേറ്റ് വിൽ ടു keep one in safe custody and another to alter the will later. അതായത് ഒരു വില്ലിന് ഡ്യൂപ്ലിക്കേറ്റായി ഒരു വില്ലിട്ട് അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് വില്ല് ചെയ്യുക, അവർ തന്നെ ആ സാക്ഷികൾ തന്നെ അതിലൊപ്പിട്ടുള്ള അത് ഡ്യൂപ്ലിക്കേറ്റ് വില്ല് ചെയ്യുക. ആ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് സേഫ് കസ്റ്റഡിയിൽ വെക്കുക, രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ കൈവശം വെച്ച് അതിൽ ജീവിതകാലത്ത് വേണ്ടി മാറ്റം വരുത്താവുന്നതാണ്. അതിലുപോലെ മറ്റതിലും മാറ്റം വരുത്തുക. ദെൻ എക്സിക്യൂട്ടർ നിയമിക്കണം. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എക്സിക്യൂട്ടർ? വൈ അപ്പോയിൻറ്റ് എക്സിക്യൂട്ടർ? എന്തിനാണ് എക്സിക്യൂട്ടർ നിയമിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി? അപ്പോയിൻറ്റഡ് എ ട്രസ്റ്റഡ് പേഴ്സൺ ഓർ എൽഡസ്റ്റ് ലെഗേറ്റ് ആസ് എക്സിക്യൂട്ടർ ടു പേ യുവർ ബിൽസ്, debts, expense of future funeral pyre, get probate means certificate copy from court of the will, and look after the property and execute the will. Appoint a trusted person or eldest legatee as executor to pay your bills, debts, expense of funeral pyre, get probate, that means certificate copy from the court of the will, and look after the property and execute the will. അതായത് എക്സിക്യൂട്ടർ നിയമിക്കുന്നത് എന്തിനു വെച്ചാൽ ഒരു വിശ്വസ്തനായ വ്യക്തിയോ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ അനന്തരാവകാശികൾ ഈ ഏറ്റവും പ്രായം കൂടുതലുള്ള ആളെ എക്സിക്യൂട്ടറായി നിയമിക്കാം. അതിനുവേണ്ടി പേ യുവർ ബിൽസ്, നിങ്ങളുടെ കടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കടങ്ങളൊക്കെയും ബില്ലുകളൊക്കെ ചിലവഴിക്കുക. എക്സ്പെൻസ് ഓഫ് ഫ്യൂണറൽ പയർ. എക്സ്പെൻസ് ഓഫ് ഫ്യൂണറൽ പയർ മീൻസ് എന്താണ്? ശവസംസ്കാരത്തിനുള്ള ചിലവ്. ഗെറ്റ് പ്രൊബേറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോർട്ടിൽ നിന്ന് പ്രൊബേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള പ്രൊബേറ്റ് സർട്ടിഫിക്കറ്റ് കോർട്ടിൽ നിന്ന് എക്സിക്യൂട്ടർക്ക് മാത്രമേ നൽകുകയുള്ളൂ. ആൻഡ് ലുക്ക് ആഫ്റ്റർ ദ പ്രോപ്പർട്ടി ആൻഡ് എക്സിക്യൂട്ട് ദ ബിൽ. അതായത് അദ്ദേഹം ഈ ബില്ല് എക്സിക്യൂട്ട് ചെയ്യുന്നവരെ അത് നോക്കി സംരക്ഷിക്കണമെന്നുള്ള ചുമതല എക്സിക്യൂട്ടറായിരിക്കും. മാത്രമല്ല ഈ ബില്ല് എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയും എക്സിക്യൂട്ടറൊക്കെ ആയിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ദിസ് വീഡിയോ. For further notes, log in my blogs. Thank you to all.